ഹലോ. അപ്പം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു കപ്പ് ചോറ് ഒരു കോഴിമുട്ടയും വെച്ചിട്ട് നല്ല പൊറോട്ടയേക്കാൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുമല്ലോ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. എന്നാൽ പൊറോട്ടയെ പോലെ തന്നെ ലെയറോട് കൂടിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തലേന്നത്തെ ചോറോ അല്ലെങ്കിൽ അപ്പോൾ വെച്ച ചോറ് ഏതായാലും കുഴപ്പമില്ല, അത് ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കോഴിമുട്ടയാണ് വേണ്ടത്, അത് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ അതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. അപ്പം ഞാനൊരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പാകത്തിന് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കാൻ മുട്ടി അരച്ചെടുക്കാനുള്ള വെള്ളം വേണം. അപ്പം നമ്മൾ ചോറ് അളന്നെടുത്തല്ലോ കപ്പ്, അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ മൈദപ്പൊടിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്, ഇതിലുണ്ടാക്കുമ്പോഴാണ് ഒന്നും പാടെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് 2 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് നല്ലവണ്ണം ലൂസാണ് വെച്ചെങ്കിൽ പൊടി കുറച്ചും പാടെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചോറിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം കൂടി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ വെള്ളം കൂടി ഇരുന്നിട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും പാടെ പിന്നെ എന്താണ് മൈദയുടെ പൊടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിലേക്ക് കുറച്ചും പാടെ പൊടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ചോറ് ചേർത്തിട്ടാണല്ലോ അത് കുഴച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കുഴച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ദാ ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചപ്പാത്തിക്ക് മാവ് തയ്യാറാക്കും പോലെ നല്ലവണ്ണം ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്, അതിൽ നിന്നും കുറച്ചും പാടെ ഒന്ന് ലൂസായിട്ട് തന്നെ അത് കുഴച്ചെടുക്കണേ. ഇതിൻ്റെ മുകളിൽ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഒന്ന് മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൈദയും കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലിലേക്ക് ഒരു ടീസ്പൂണോളം മൈദ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പം നമ്മളെ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ, അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതെടുത്തിട്ട് ഞാൻ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ഒന്നും പാടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓയിലാക്കിയതരാം എല്ലാ വശത്തേക്കൊന്നും ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് നമ്മൾക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് 2ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബോൾസായിട്ട് കിട്ടും കേട്ടോ, വലിയ ബോൾസാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് ഒന്നും പാടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പിന്നെ പരത്തിയെടുക്കണം. ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാട്ടം, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് പൊടി തടവിന് ശേഷം ഇതുപോലെ എല്ലാ വശത്തേക്കും കുറച്ചും പാടെ ഒന്ന് കട്ടി കുറച്ചിട്ട് തന്നെ കേട്ടോ നമ്മളിത് പരത്തിയെടുക്കണത്. അങ്ങനെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ ഓയിലും മൈദയും പാടെ മിക്സ് ചെയ്തില്ല, അതിൻ്റെ മുകളിലും എല്ലാ വശത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ വശത്തും ഓയിലും അതുപോലെ പൊടിയും എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ വശത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വശത്തുനിന്ന് ഇതുപോലെ നല്ലവണ്ണം തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തലപ്പ് വശം എത്തുന്ന സമയത്ത് ഒന്നും പാടൊന്ന് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രക്ക് വലിപ്പം വേണ്ടേ വെച്ചാൽ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മറ്റേ ബോൾസും പരത്തിയിട്ട് എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ലവണ്ണം നൈസായിട്ടാണ് പരത്തിയെടുക്കരുത്, ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. പറ്റ നൈസായിട്ട് പോകും ചെയ്യരുത്. പിന്നെ അപ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട്
പരത്തിയെടുക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതിലേറെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ കൈ വെച്ചിട്ട് സാധാരണ പൊറോട്ടയൊക്കെ പരത്തിയെടുക്കില്ല, അതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ എല്ലാതും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ചുടുന്ന സമയത്ത് ഓരോന്നും എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാവും കേട്ടോ നല്ലത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ ഓയിൽ നമ്മൾ ചേർത്തിട്ട് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് ചുട്ടെടുക്കരുത്. അങ്ങനെ നമ്മൾ ഒരു വശമായി തിരിച്ചിട്ട് കൊടുക്കേണ്ടതിന് മുമ്പ് അതിൻ്റെ മുകളിലൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കരുത്, മുരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 ഞാൻ ഒരുമിച്ചിട്ട് ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്തെടുക്കില്ലേ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ കുറച്ചെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ടയെ പോലെ തന്നെയാണ്, പക്ഷേ പൊറോട്ടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കപ്പ് ചോറ് ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഇത് നമുക്ക് ഏത് കറിയുടെ കൂടിയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.